അജിത് കുമാർ. ആദ്യം ശ്രീ അജിത് കുമാർ, മെൻസ് അസോസിയേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വക്താവ് കൂടിയാണല്ലോ രാഹുൽ ഈശ്വർ. പൂജപ്പുര ജയിലിലേക്ക് മാറിയിരിക്കുന്നു. മെൻസ് കമ്മീഷന് വേണ്ടി നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അകത്തേക്ക് പോകുന്നത്. അതായത് നിങ്ങൾ പറയുന്ന പല വാദങ്ങളും നിയമത്തിന്റെ മുന്നിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷത്തിൽ താങ്കൾക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമം മാറണം എന്നുള്ളതാണ് കാര്യം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം നിയമത്തിൽ വരണം. അതില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്താണ് ഇവിടെ തെറ്റ് കാണിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാര്യം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വിട്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വിട്ടിട്ടില്ല, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വിട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന യുവതി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സ്ത്രീയെയാണ് നമ്മൾ അതിജീവിത എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു വിവാഹം അങ്ങനെ ഒറ്റ ആക്കി പറഞ്ഞാൽ എനിക്ക് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഇടപെടേണ്ടി വരും. ഒന്ന്, ഇപ്പം കറുത്തട്ടാണ് അതിന്റെ പേര് കാക്കയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, കാക്ക എന്ന പേര് പറയില്ല എന്ന മട്ടിലാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകൾ വഴി ആ കുട്ടി ആരാണെന്ന് വ്യക്തമാകുകയും വായിക്കുന്നവർക്കെല്ലാം വ്യക്തമാകുകയും ആ ഫോട്ടോ ഏത് തരത്തിലാണ് പരന്ന് നടന്നത് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാര്യം ആ കുട്ടിയെ നേരിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കാം. പക്ഷേ എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. ഒരുപക്ഷെ എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ അത് കൊടുത്തേനെ. കാരണം കല്യാണം കഴിഞ്ഞ അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിട്ടേനെ, ഇതിനു മുന്നേ വിട്ടേ. അല്ല, ഒറ്റ മിനിറ്റ്. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ നിയമം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, താങ്കളാണെങ്കിൽ ഐഡന്റിറ്റി പുറത്ത് വിട്ടേനെ എന്നാണോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പുരുഷന്മാരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായിട്ടൊരു വ്യക്തി, അയാൾ ആരെന്ന് പോലും അറിയില്ല, അയാൾ ഇത്രയും എന്തുമാത്രം സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വേറൊരു യുവാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു MLA ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേദന യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ ഭർത്താവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് നിലനിൽക്കെ കാമുകനുമായിട്ട് വേറൊരാളുമായിട്ട് പ്രണയം നടിക്കുക, അതിൽ ഗർഭം ധരിക്കുക, അയാളെയും വഞ്ചിക്കുന്ന അതിജീവിതയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിനകത്താണ്. താങ്കൾ രാഹുൽ ഈശ്വറിനെ മറികടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണോ നടത്തുന്നത്? താങ്കൾക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറിയില്ല, ഈ പെൺകുട്ടിയുടെ സ്വഭാവം അറിയില്ല, ഇതൊന്നും അറിയാതെ അപ്പോൾ എനിക്ക് പോലും അതിൽ നിരാശയുണ്ട്. കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ വരുന്ന വലിയ വിമർശനം നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കുറ്റബോധമാണ് തോന്നുന്നത് ഈ സമയത്ത്. ഇങ്ങനെയല്ല. മെൻസ് അസോസിയേഷൻ ഒരു വാക്ക് പറയുമ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേട് വിളിച്ചു പറയാനുള്ളതല്ല മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമരം എന്നൊക്കെയാണ് ഞാൻ അതായിരിക്കും താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു പശ്ചാത്തലവും ഇല്ല. രാഹുൽ ഈശ്വരേക്കാൾ അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ താങ്കൾ? രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തില്ലല്ലോ, അതല്ലേ. രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തുവെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളിനെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കാണുകയല്ലേ, അവരുടെ കരച്ചിൽ കേൾക്കുകയല്ലേ, അവരുടെ ഭാര്യമാരും അമ്മമാരും മക്കളും എന്നോട് കരഞ്ഞ് സംസാരിക്കുകയല്ലേ. ഇന്നലെ എന്നെ ഒരു അമ്മ വിളിച്ചിട്ട് ട്രിവാൻഡ്രം നെടുമങ്ങാട് ഉള്ളൊരു അമ്മ വിളിച്ചിട്ട് എൻ്റെ മകനെക്കുറിച്ച്, അവരുടെ മകനെന്ന് പറഞ്ഞാൽ KSRTC കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർക്ക് 2 മക്കളുണ്ട്, ഒന്ന് PGക്കും ഒന്ന് +2. ഈ +2 പഠിക്കുന്ന മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ്. 5 വർഷവും 25,000 രൂപയും. അത് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അപ്പോൾ കരയുന്നത് ആ അമ്മ മാത്രമല്ല, ആ മരുമകളും അയാളുടെ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഈ മക്കളുടെ മുഖത്ത് എങ്ങനെയാണ് അദ്ദേഹം ഇനി നോക്കുന്നത്? നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടും കേട്ടും എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല? അതാണ് എനിക്കറിയേണ്ടത്. പുരുഷന്മാർ തന്നെ വലിയൊരു ഭാവം പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം നിയമങ്ങളൊക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾക്കെതിരെ തോന്നിവാസം കാണിക്കാൻ നടക്കുന്നവർ മാത്രമാണോ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷ വിഭാഗം എന്നുള്ളത്? അതല്ലാത്തൊരു മറുവിഭാഗം ഇല്ലേ? അവരുടെ വിഷയങ്ങളല്ലേ ഡീൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഭാഗക്കാരും നമ്മുടെ അടുത്ത് വരുന്ന കേസിൽ ന്യായമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട്. കാര്യം അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കോടതിയിൽ നിങ്ങൾ തന്നെ സംസാരിക്കൂ. കാര്യം ഞാൻ അങ്ങനെ സംസാരിച്ച് ഒത്തിരി കേസുകളിൽ ജാമ്യം ഞാൻ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സംസാരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അല്ല, ഒറ്റ കാര്യം ശ്രീ അജിത്കുമാർ, നിങ്ങൾ മാധ്യമ ശ്രദ്ധ, സമൂഹത്തിൽ ശ്രദ്ധ കിട്ടാൻ ഒറ്റയടിക്ക് സമൂഹത്തിന് വ്യക്തമാകും ആരാണ് തെറ്റുകാരെന്ന് പറയുന്നവർക്ക് വേണ്ടി എല്ലാം വാദിക്കാൻ ഇറങ്ങി. അത് ദിലീപ് ആണെങ്കിൽ ദിലീപിന്റെ സ്ഥിതി ഈ തരത്തിൽ, ബോച്ചെ അകത്തുപോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിഞ്ഞു, ഒരു MLA-ക്ക് ഒളിവിലിരിക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഈ പരസ്യ പിന്തുണ കൊടുത്ത് കുഴിയിലാക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഒരിക്കലും അല്ല. ഈ ബോച്ചയുടെ കാര്യം പറഞ്ഞു. ബോച്ചെ ജയിലിൽ പോയി 2 ദിവസത്തിനകം ഇറക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം, 4ാമത്തെ ദിവസം അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഒരുപാട് ജനപിന്തുണയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഒരു നഷ്ടവും വന്നിട്ടില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി വരുന്ന ദിലീപിൻ്റെ കേസ് ഇപ്പോൾ നമുക്ക് ഉടനെ അറിയാമല്ലോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അവിടെ ഒന്നും നടക്കില്ല. അദ്ദേഹത്തിനെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പുറത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന മാങ്കൂട്ടം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ യുവതി ചെയ്യാത്ത എന്ത് തെറ്റാണ് ആ മാങ്കൂട്ടം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടതിന് പകരം ഒരു MLA-ക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് അയാളെ ചങ്ങാത്തം കൂടി അതിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന് അപമാനമല്ലേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് അപമാനമല്ലേ? എത്രയോ സ്ത്രീകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു. ഒത്തിരി പേര് എന്നെ ഇപ്പൊ ഒരു 24 മണിക്കൂറായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നടിയുടെ വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. അജിത് കുമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? എവിടെ പോയി പരസ്യ പിന്തുണക്കാരൊക്കെ കാണുന്നില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ പിന്തുണ കിട്ടുന്നുണ്ട്. മറ്റുള്ള രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. ജനപിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പേരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാവാം. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ 2 ദിവസത്തിനകം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും. അദ്ദേഹത്തെയും പൂമാല ഇട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടമായാലും ശരി തന്നെയാണ്, അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റല്ല. കാര്യം പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഇന്നത്തെ നിയമം അതല്ലേ നമ്മൾ അനുശാസിക്കുന്നത്. അപ്പോൾ പിന്നെ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ആ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ താങ്കളിലേക്ക് കടക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോഴെങ്കിലും മെൻസ് അസോസിയേഷൻ എന്നുള്ളൊരു പേരുള്ള നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. ഞാൻ ഒറ്റ സെക്കൻഡ് ശ്രീ